ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുവന്യനായ കാന്തപുരം ഉസ്താദ്, AP ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ബഹുവന്യനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. കോട്ടൂർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒന്മള ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവർ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ പണ്ഡിതന്മാരായ ശിഷ്യന്മാരുടെ വലിയ ഗുരുക്കളാണ്, ഉസ്താദുമാരാണ്. എന്നിട്ടും അവർ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിൽ പോകാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവര് ജീവിച്ചിരിക്കുന്ന ഉമ്മായുടെ പൊരുത്തം നേടാൻ അവര് സമയം കണ്ടെത്തുന്നുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ട് വഫാത്തായി പോയ മസ്ഊദ് സഖാഫി കൂടല്ലൂർ ഉസ്താദ്, അല്ലാഹു എത്തിക്കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ജീവിതത്തിലെ ആ നിഷ്കളങ്കമായ പ്രഭാഷണങ്ങൾ. ഞാൻ ഒരാളുണ്ട് പൊന്നാനിയിൽ നിന്ന് വിളിക്കും, ഉസ്താദെ എനിക്ക് സിയാറത്തിന് വരണം, എന്നാണ് വഴി, എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ അദ്ദേഹത്തിനോട് ഡീറ്റെയിൽ ചോദിച്ചു, നിങ്ങൾ ഉസ്താദുമായി എന്താണ് ബന്ധമെന്ന്. വിളിക്കുന്നവരോടൊക്കെ ചോദിക്കും. അപ്പൊ അവര് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും ഉസ്താദിനെ കണ്ടിട്ടില്ല, ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൂടെ കേട്ടു, അങ്ങനെ കേട്ടിട്ട് നന്നായ ആളാണ് ഞാൻ. നിങ്ങൾ നോക്കണം, ആ ഉസ്താദിന്റെ ശിഷ്യനാകുന്ന ജലീൽ അഹ്സനി ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഉസ്താദിന്റെ പൊരുത്തം വാങ്ങി പൂർണ്ണമായ ശിഷ്യന് അദ്ദേഹമാണ് ദർസ് കൊണ്ടുകിടക്കുന്നത്. ഇപ്പോഴും മുതലിസ് അദ്ദേഹമാണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ വിജയത്തിന്റെ ഒക്കെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദിന്റെ ഉമ്മാന്റെ പൊരുത്താണ്. അവിടുത്തെ ജ്യേഷ്ഠൻ ആബിദ് അഹ്സനിയും അതിന്റെ അവിടുത്തെ അനുജൻ ഇർഫാനിയും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉമ്മാർക്ക് മക്കള് പറയുന്നെങ്കിലും മസ്ഊദ് സഖാഫിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. സഹോദരങ്ങൾ, നിങ്ങൾക്കറിയോ, മസ്ഊദ് ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 4-5 മാസമായിട്ടുള്ളൂ. ഉമ്മായുടെ വിയോഗം അദ്ദേഹത്തെ വല്ലാതെ ടെൻഷനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉമ്മ ഒരു കട്ടിലിരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും മസ്ഊദ് സഖാഫി ഉമ്മ ഇരിക്കുന്ന കട്ടിലിന്മേൽ ഇരുന്നിട്ടില്ല. ഉമ്മ ഇരിക്കുമ്പോ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലല്ലാതെ ഉസ്താദ് ഇരുന്നിട്ടില്ല. ഇന്നാണ് അതിന് കാരണം. എന്നിട്ട് ഉമ്മാന്റെ കാലിങ്ങനെ നെക്കിക്കൊടുക്കും അത്രേ. ഇത് ജ്യേഷ്ഠനും അനുജനും പരിചയം കൊണ്ട് പറയുമ്പോ, മുഅ്മിനീങ്ങളെ, ഇന്ന് എത്ര ആളുകളാണ് മൗത്തായി കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന സഖാഫി ഉസ്താദിനെ സിയാറത്തിന് വരുന്നത്. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ബസ് മുഴുവനും മമ്പുറത്തേക്ക് സിയാറത്ത് പോകുമ്പോലെ അവിടെ തോരക്കുന്ന പള്ളിയുടെ പരിസരത്ത് വന്നൊരു ബസ് ചെറുപ്പക്കോ നട്ടപ്പാതിൽ 2 മണി സമയങ്ങളാണ്. ആ സമയങ്ങൾ സിയാറത്ത് വന്ന് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ കേട്ടത് അതാണ്. ഉമ്മാനെ വിഷമിപ്പിക്കരുതേ, പാപ്പാനെ വിഷമിപ്പിക്കരുതേ. ഓരോ തെറ്റുകൾക്കും അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിവിധി പെട്ടെന്ന് ലഭിച്ചേക്കാം. ചിലത് വൈകിട്ട് തിരിച്ചടിച്ചേക്കാം. മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്നതിന്റെ ആ ഒരു തെറ്റിന്റെ പ്രതിവിധി, അതിന്റെ തിക്ത ഫലം, അത് മരിക്കും മുമ്പ് അല്ല, എന്നാണ് ഖുതുബയിൽ നമ്മൾ കേട്ടത്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഉമ്മാനെ വിഷമിപ്പിച്ചവൻ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഉപ്പാനെ വിഷമിപ്പിച്ചവൻ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഇന്ന് ഹയാത്തിലുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഒരു വലിയ സയ്യിദാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമുള്ള വലിയ ശൈഖാണ്. ഗ്രാൻഡ് മസ്ജിദിലെ നേതാവാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ജമാഅത്തിന്റെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷോപലക്ഷം പങ്കെടുക്കുന്ന ആളുകളാണ് റമദാനിലെ 27-ാം രാവിന്റെ സ്വലാത്ത് ഹൽഖ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഒന്നുകൂടി പറയാം. 27-ാം രാവിന്റെ ആ ആത്മീയ മജ്‌ലിസിലേക്ക്, സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ മുമ്പ് വന്യനായ ഖലീൽ തങ്ങളും പാപ്പ കടലുണ്ടിയിലേക്ക് പോകും. അവിടെയുള്ള പ്രായമുള്ള ഖലീൽ തങ്ങളെ ഉമ്മാന്റെ കാലിൽ കമഴ്ന്ന് കിടന്ന് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ, ഞാൻ തൗബക്ക് പോവാൻ,
ഞാൻ ആളുകൾക്ക് നേതൃത്വത്തിന് പോകാം, ഉമ്മാന്റെ പൊരുത്തം വേണമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും നശിപ്പിച്ചിട്ടില്ലാത്ത ഖലീഫകളും പാപ്പ എപ്പോഴും ഉമ്മാന്റെ കുട്ടി കുടുങ്ങൂല എന്ന് പറയുന്ന ആ ഉമ്മയുടെ കാൽക്കൽ വീട് സങ്കടം പറഞ്ഞ് പൊരുത്തം തേടി കരയുന്നെങ്കിൽ ഉമ്മിനിങ്ങളെ നമുക്കതൊക്കെ പാഠങ്ങളാണ്. ഉമ്മ ഹയാത്തിലുണ്ടോ? ഉപ്പ ഹയാത്തിലുണ്ടോ? അവരെ പൊരുത്തത്തിനപ്പുറം പൊരുത്തം കേട് കിട്ടിയാൽ ഉറപ്പാണ് ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയങ്ങളും അതിൽ വേണ്ട.